സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ആയുരാരോഗ്യ ഫലം, ആയുരാരോഗ്യ സുഖം, ആയുരാരോഗ്യ സൗഖ്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇന്നത്തെ സത്സംഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഗുരുവാരമായ വ്യാഴാഴ്ച ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരപ്പന് മുന്നിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭാഗവതസാര സർവസ്വമായ നാരായണീയത്തെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച ദിനം, ആയുരാരോഗ്യ സൗഖ്യത്തിനായി സന്ധ്യകളിൽ നാരായണീയം വായിക്കുന്ന പ്രത്യേക ദിനം, അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് നാരായണീയ മഹാത്മ്യവും പറഞ്ഞ് ഗുരുവായൂരപ്പ അഷ്ടോത്തര ശതനാമാവലിയും കൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം മുന്നിലോട്ട് പോകുമ്പോൾ ഓം നാരായണ 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 ഓം നാരായണ 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 നാരായണ. ഏതൊരു ഗ്രന്ഥവും പാരായണം ചെയ്യുന്നതിന് മുന്നിൽ, ഏതൊരു നാമവും ജപിക്കുന്നതിന് മുന്നിൽ നമ്മൾ നാമസങ്കല്പം അല്ലെങ്കിൽ പാരായണ സങ്കല്പം എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് സമസ്ത ദുരിതങ്ങളും തീർത്തു തരാനായിട്ട്, ആയുരാരോഗ്യ സൗഖ്യം തരുന്നതിനായിട്ട് ഗുരുവായൂരപ്പ ഗുരുഭവന പുരേശ കാത്തുരക്ഷിക്കണമെന്ന പ്രാർത്ഥനയാണ്, ഇല്ലേ? ഓം ഭൂ സ്വരോം മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ ഗുരുവാദപുരാധീശ പ്രസാദ സിദ്ധ്യർത്ഥം സമസ്ത സന്മംഗള അവ്യപ്യർത്ഥം ആരോഗ്യ ദൃഢഗാത്രതാ സിദ്ധ്യർത്ഥം ഭഗവത്പാദചരണാരവിന്ദേ അചഞ്ചല ഭക്തി സിദ്ധ്യർത്ഥം ശ്രീ ഭഗവത്കൃപാപൂർവം ശ്രീമൻ നാരായണീയം പഠേത്. നാരായണീയം വായിക്കുമ്പോൾ നാരായണീയം പഠേത്തെന്നും, ദേവീ ഭാഗവതം വായിക്കുമ്പോൾ ദേവീ ഭാഗവതം പഠേത്തെന്നും നമുക്ക് പാരായണ സങ്കല്പം നമുക്ക് പറയാം. അപ്പോൾ ഈ പാരായണ സങ്കല്പം എഴുതിയെടുത്ത് പഠിച്ചാൽ അതിൻ്റേതായ ഒരു ഗുണമുണ്ടാകും. കാരണം ഏത് കർമ്മം ചെയ്യുന്നതിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയമുണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റാണ് ശരിക്കും നമുക്ക് കൂടുതൽ ഗുണത്തെ നമുക്ക് കൊണ്ടുവരുന്നത്. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പീതാംബരം കരവിരാജിതശംഖചക്രം
കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം താലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വന്ദേ നന്ദവജശ്രേണാം പാദരേണും അഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകം വേദവേദ്യം പരബ്രഹ്മം ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവം ഉപാസ്മഹേ. ഓം ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. മഹാസരസ്വതീ നമഃ. ഉമാകോമളഹസ്താബ്ജേ സംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസൃജം. വെற்றிவேல் முருகனுக்கு ஹரஹரோஹர. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കുജയൻ വേണം ശ്യാമളോയം കുമാരകം വേദവേദ്യം പരബ്രഹ്മം ഭാസതാം പുരതോ മമ. യബ്രഹ്മ വരുണ ഇന്ദ്ര രുദ്രമരുത ഓം സ്തുന്വന്തി ദിവൈസ്തവ വേദൈസംഗം പദക്രമോപനിഷദൈ ഗായന്തിം യം സമഗം. ഓം ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സായംകാലേ വനാന്തകുസ്മിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യ ആകർഷണ അംഗം ത്രൈലോകാകർഷണാംഗം സുരവരഗണികാ മോഹനോമംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈ നവരസഭരിതൈ സേവ്യം ശൃംഗാരഭാവൈ നവരസഭരിതൈ ഗോപകന്യാ സഹസ്രേ വന്ദേഹം രാസകേളീരഥമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ഓം ശ്രീ ഗോപാലകൃഷ്ണായ നമഃ. ഓം ശ്രീ കൃഷ്ണ ഗോവിന്ദ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവ സദ്ഗുരുഭക്തവൃന്ദ. ഓം ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഗീത് ഗംഗാ ഗീതാ ച ഗായത്രി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാലഗ്രാമാഭിപൂജാ പരമപുരുഷ തഥൈകാദശി നാമ വർണ്ണാം. ഏതന്യനന്ദിൻ കലിസമയേ തത് പ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തി
പ്രദാനിത്യഭിരുദ്ധ്യക്ഷയാം സജ്ജയേധാം. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത്രയും നമ്മൾ സാധാരണ പാരായണ സങ്കല്പത്തിൽ പറയും. പാരായണ സങ്കല്പം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ ദുരിതങ്ങളെയും എൻ്റെയും എൻ്റെ 7 തലമുറകളെയും ദുരിതങ്ങളെ തീർത്ത് തരണമെന്ന് പറയുന്ന ആദ്യത്തെ ഭാഗമാണ് പാരായണ സങ്കല്പം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പീതാംബരം കരവിരാജിതം തൊട്ട് നമ്മൾ പറയുന്നത് അതിന് നമ്മൾ ധ്യാനം എന്ന് പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോമളം പൂജയൻ വരെ ഉള്ളത് ജപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവ്വദേവത വന്ദനമാണ്. ഓരോരോ ദേവതമാരെയായി മഹാഗണം. ആദ്യം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം നമ ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. നമ്മൾ ഏത് നാമവും നമ്മൾ ജപിക്കുന്നതിന് മുമ്പ്, ഏത് നാമം എന്നല്ല ഏത് കാര്യവും നമ്മൾ ജപിക്കുന്നതിന് മുമ്പ് ഈ ഒരു ജപം നമ്മൾ, ഈ ഒരു കാര്യം നമ്മൾ എന്താക്കണം? നമ്മൾ വളരെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ജപിക്കുന്ന ഒരു കാര്യമാക്കണം. എന്താണ്? ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഗണേശനും ശാരദ ഇല്ലേ, വാഗ്ദേവതയായ ശാരദയും വാഗ്ദേവതയായ സരസ്വതിയും ഗുരുഭ്യോം ഗുരുകൃപയും ഒക്കെ നമുക്ക് അനുഗ്രഹമായി വരണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഉള്ളതെല്ലാം വരും. അപ്പോൾ ഏത് നാമം ജപിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരണം. നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇതൊക്കെ വലിയ ഐശ്വര്യത്തെ തരും. ഓം. അപ്പോൾ ഏത് നാമം ജപിക്കുമ്പോഴും നമ്മൾ പാരായണ സങ്കല്പം അറിഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഭഗവാന്റെ, ഇതിപ്പോൾ നമ്മളിന്നിപ്പോൾ നാരായണീയം പ്രത്യേക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. നാരായണീയ സമർപ്പണ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ധ്യാനം പറഞ്ഞത്. ഇപ്പോൾ ദേവിയുടേതാണെങ്കിൽ നമുക്ക് സിന്ദൂരാർണ വിഗ്രഹം എന്ന് പറയുന്ന ലളിത സഹസ്രനാമത്തിലെ നമുക്ക് ധാരാളം മതിയാവും. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ശരി, നമുക്ക് അടുത്ത് നോക്കാം. ധ്യാന ശ്ലോകങ്ങൾ കഴിഞ്ഞു. നമുക്കിനി നാരായണീയത്തിലേക്ക്. നാരായണീയ മഹാത്മ്യം എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥം തന്നെയുണ്ട് ഇല്ലേ. അതായത് നാരായണീയ കർത്താവായ ഭട്ടതിരിപ്പാട് വേദവ്യാസന്റെ അവതാരമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെ നമുക്കുണ്ട്. നാരായണീയ മഹാത്മ്യം എന്നാണ് പേര്. ശ്രീമൻ നാരായണീയ മഹാത്മ്യം. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള സംസ്കൃത അക്കാദമിയാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നാരായണീയ മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം. അതിലെ ഒരു ശ്ലോകം എടുത്തു വായിക്കാം. അത് വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമാണ്. എന്താണ്? ഗോലോകനാഥം നത പാരിജാതം ഗോപഗോപീ നയനാബ്ജസുരം നാനാവിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാഭയോധിം. നല്ല ശ്ലോകം. എപ്പോഴും നമ്മൾ ജപിക്കുന്ന ശ്ലോകങ്ങളിലൊന്നും കൂടിയാണ്. ഗോലോകനാഥം നത പാരിജാതം ഗോപഗോപീ നയനാബ്ജസുരം നാനാവിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. എന്താണെങ്കിലും വേദവ്യാസ അവതാരമാണ് നാരായണ ഭട്ടതിരിയുടെ നമ്മൾ കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എന്ന് പറയുന്നത് എത്രയോ വേദവ്യാസന്മാര്, എത്രയോ വേദവ്യാസ സംസ്കൃതിയിൽ നിന്നാണ് ഭാരതത്തിന്റെ സനാതനമായ ധർമ്മങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ വേദവ്യാസ വിരചിതമായ മഹാഭാരതം അല്ലെങ്കിൽ വേദവ്യാസ വിരചിതമായ അഷ്ടാദശ പുരാണങ്ങളിൽ ഉത്തമമായ ഭാഗവതത്തിന്റെ സാരസർവസ്വമാണ് നാരായണീയം എന്ന് പറയാൻ നമ്മൾ ഒട്ടും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തിൻ്റെ സാരസർവസ്വമാണ്? ഭാഗവതം എന്ന് പറയുന്നത് അഷ്ടാദശ പുരാണങ്ങളുടെ മകുടമെന്ന് പറയുന്ന അല്ലെങ്കിൽ കിരീടമെന്ന് പറയുന്ന ഭാഗവതത്തിൻ്റെ സാരസർവസ്വമാണ്. ഭാഗവതം കാച്ചി കുറുക്കിയെടുത്ത് ഇല്ലേ 1037 ശ്ലോകങ്ങളെ കൊണ്ട് ഇല്ലേ. ചിലര് ശ്ലോകസംഖ്യയിൽ ഒരു വ്യത്യാസം, ചിലയിടത്ത് മുമ്പ് 1027 ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ 6 ധ്യാന ശ്ലോകങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ചിലർ മംഗള ശ്ലോകങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും 1000-ലധികം ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞ നാരായണീയ കർത്താവ് വേദവ്യാസ സമൻ തന്നെ എന്നുള്ളതിൽ സംശയമേ വേണ്ട. വേദവ്യാസൻ തന്നെ എന്ന് പറഞ്ഞാലും ഒട്ടും അധികമല്ല എന്ന് പറഞ്ഞ് ഓം. നാരായണീയത്തിൻ്റെ ഒരു പൊതുഘടനയുണ്ട്. നാരായണീയ മഹാത്മ്യം പറഞ്ഞ് അഷ്ടോത്തരത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നാരായണീയത്തിന് ഒരു പൊതുഘടനയുണ്ട്. ഗുരുവായൂരപ്പനെ സംബോധന ചെയ്തുകൊണ്ടാണ് നാരായണീയ കർത്താവ് നാരായണീയം പറയുന്നത്. ഗുരുവായൂരപ്പനെ സംബോധന ചെയ്തിട്ടാണ്. അല്ലയോ കൃഷ്ണ
എന്നൊക്കെ പറഞ്ഞാണ് അല്ലേ ഭഗവാനെ വാസുദേവ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം സാന്ദ്രമായ അനന്താനുഭൂതിയാണ് പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ വിഗ്രഹത്തിലൂടെ സാന്ദ്രാനന്ദാവബോധാത്മകമായതും അനുപമിതവും ദേശകാലാദിബന്ധങ്ങൾ കൊണ്ട് പരിമിതമാകാത്തതുമായ ബ്രഹ്മചൈതന്യത്തെ നിഗമ ശതസഹസ്രങ്ങളിൽ പ്രത്യക്ഷമായി ദർശിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് നാരായണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമമിതം ഇല്ലേ അങ്ങനെയുള്ള ചൈതന്യത്തെയാണ് ഇല്ലേ അനുപമിതം കലദേശാദി ബന്ധങ്ങൾ കൊണ്ട് തളച്ചിടാൻ പറ്റാത്തതുമായ ആ ഒരു ചൈതന്യത്തെയാണ് നമ്മൾ നമസ്കരിച്ചുകൊണ്ടാണ് ആ ഒരു ചൈതന്യ സ്വരൂപത്തെ നമസ്കരിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂരിലെ നാരായണീയകാരൻ നാരായണീയം പറയുന്നത് തന്നെ. മാത്രവുമല്ല ഭഗവാനെ ചൊല്ലിക്കൽപ്പിക്കുന്ന രീതിയിലാണ് നാരായണീയം എഴുതിയിട്ടുള്ളത്. ഭഗവാനെ ചൊല്ലിക്കൽപ്പിക്കുന്ന തരത്തിലാണ് നാരായണീയം എഴുതിയിട്ടുള്ളത്. പലയിടത്തും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തെറ്റുകൾ തിരുത്തുകയും ഒരു സുഹൃത്തിനോടെന്ന പോലെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായവും ഉണ്ട് ഇല്ലേ. ഭഗവാൻ ഇടപെട്ടും എത്രയോ ഭാഗങ്ങളിലാണ് മേൽപ്പത്തൂർ എഴുതി നിർത്തിയെടുത്ത മാത്രാബിന്ദു വിസർഗങ്ങളെ ഭഗവാൻ മാറ്റി എഴുതി എന്ന് പറയുന്നത് ഇല്ലേ. അത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു ആർദ്രമായ ഒരു ബന്ധമാണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു കണക്ഷൻ അത് ലോകത്തിൽ മറ്റൊരാൾക്കും മനസ്സിലാവുകയുമില്ല ഇല്ലേ. 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തെ 1030 എന്ന് സാമാന്യമായി പറഞ്ഞ് ശ്ലോകങ്ങളായി സംഗ്രഹിച്ചാണ് നാരായണീയം. 10 ശ്ലോകങ്ങൾ വീതമുള്ള 100 ദശകങ്ങളായി വിഭജിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം. എങ്കിലും ചില ദശകങ്ങളിൽ 10-ൽ കൂടുതൽ ശ്ലോകങ്ങൾ കാണാൻ പറ്റും. ആർക്കൊക്കെ പറയാം ഏതൊക്കെ ദശകങ്ങളിൽ 10-ൽ കൂടുതൽ ശ്ലോകങ്ങളുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതാം. ഞാനത് കാണുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കാതിരിക്കുന്നതും കാണുന്നുണ്ട് ചിലരൊക്കെ. ഓരോ ദശകത്തിലും തൻ്റെ രോഗത്തിൻ്റെ കാര്യം ഭഗവാനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മേൽപ്പത്തൂര് ഇല്ലേ. ഓർമ്മപ്പെടുത്താൻ ഒരു ശ്ലോകപദമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കൂടുതലായി അതിനുവേണ്ടി ഉപയോഗിച്ച കാവ്യഭാഗം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ 1000-ലധികം എന്നൊരു വിവക്ഷ വരുന്നത്. ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇല്ലേ. ഭഗവാനെ ഗുരുവായൂരപ്പ മാധവ വാസുദേവ ആ ശ്ലോകം ആ ദശകം അങ്ങ് ജപിച്ചിട്ട് ആ ദശകത്തിൻ്റെ അകത്ത് ഒരറ്റത്ത് ഒരു കുളത്തങ്ങ് വെച്ച് കൊടുക്കും. ഭഗവാനെ ആയിരാരോഗ്യ സൗഖ്യം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും അതിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേദാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യത വർണ്ണനേന സ്പീതം ലീലാവതാരൈ ഇദമിഹ ഗുരുദാമായുരാരോഗ്യ സൗഖ്യം. അപ്പം നമ്മളും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ 1000 ആരോഗ്യ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ച് അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതാം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേദാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്പീതം ലീലാവതാരൈ ഇദമിഹ ഗുരുദാമായുർ ആരോഗ്യ സൗഖ്യം. ആയുരാരോഗ്യ സൗഖ്യം അല്ലേ. ഞാനിതിപ്പോൾ വായിച്ചത് അവസാനത്തെ ഇല്ലേ ദശകത്തിലെ അവസാനത്തെ ശ്ലോകങ്ങളിലൊന്നാണ് അല്ലേ. അവസാനത്തെ ശ്ലോകമാണ് ആ ദശകത്തിലെ അവസാനത്തെ. അതിനകത്തും ഭഗവാൻ ഓർമ്മിക്കുന്നുണ്ട് ആയുരാരോഗ്യ സൗഖ്യം. അങ്ങനെ നാരായണീയകാരൻ ഭഗവാനെ കൂടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമോ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമായിട്ട് ദിവ്യ ഔഷധം ഒന്നേ ഉള്ളൂ, നാമജപം. നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ 1000 ആരോഗ്യ സൗഖ്യം. ആർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തത്? ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇല്ലേ നാരായണീയം പൂർണ്ണമായി വേണമെന്നില്ല. നാരായണീയത്തിലെ ഒരു ശ്ലോകമോ ഒരു ദശകമോ ധാരാളം. ഒരു ദശകം
സന്തോഷം ഒരു ദശകത്തിലെ ഒരു ശ്ലോകം സന്തോഷം, ഒരു ശ്ലോകത്തിൻ്റെ ശ്ലോകാർത്ഥവും ഫലത്തെ തരും. ഇഹമിക ഗുരുതാമായിരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞ് അതോ നിഗമശതസഹസ്രമായിട്ടുള്ള എത്ര കണക്കിന് വേദങ്ങളുണ്ടെങ്കിൽ പോലും, ആയിരക്കണക്കിന് വേദങ്ങളാൽ പോലും പ്രകാശിപ്പിക്കാൻ കഴിയാത്തതാണ് നിന്റെ പ്രഭാവമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കൃഷ്ണ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരുണ്യനിധി. ഒരുപാട് മന്ത്രങ്ങളെ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് നാരായണീയം. അത് നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ അറിയാം. ഒരുപാട് മന്ത്രങ്ങളെ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. തന്ത്രശാസ്ത്ര വേദികളിലൊക്കെ പറയുന്നത് ഈ 5 സാത്വത മന്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന 5 മന്ത്രങ്ങളെ കൊണ്ട് നാരായണീയം ഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആചാര്യന്മാർ പറഞ്ഞു തരുന്ന സമയത്ത് ചിലയിടത്ത് ചില വാക്കുകൾ ചേർത്തും ചിലയിടത്ത് ചില വാക്കുകൾ പിരിച്ചുമൊക്കെ ആചാര്യന്മാർ പറയുന്നത്, ഇല്ലേ? അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആചാര്യന്മാർ ഏത് സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം തന്ത്രത്തിന് ആഭിമുഖ്യമുള്ള ഒരു ആചാര്യൻ പറയുമ്പോഴേക്കും ആ വ്യാഖ്യാനിക്കുന്ന ശ്ലോകത്തിൽ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തന്ത്രമായിരിക്കും. ചില വാക്കുകളെ അങ്ങോട്ടേക്ക് ചേർത്ത് സ്വരിച്ച് ഖനപ്പിച്ച്, ഇല്ലേ, അങ്ങോട്ടേക്ക് പ്രാണനെ നിയന്ത്രിച്ചൊക്കെ അങ്ങ് ഉച്ചരിക്കും. അത് സാധാരണ നമ്മളെപ്പോലുള്ളവർ അങ്ങനെയല്ല. പാരായണ സങ്കല്പത്തിൽ അതങ്ങ് ഭഗവാന്റെ കഥകൾ വായിച്ചു പോകും, ഇല്ലേ? എൻ്റെ രോഗം മാറ്റിത്തരണമെന്നുള്ള പ്രാർത്ഥന ഈ നാരായണീയത്തിലുടനീളം നമുക്ക് കാണാം, ഇല്ലേ? എനിക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ നാരായണീയത്തിൻ്റെ പല വ്യാഖ്യാനങ്ങൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 6-7 വ്യാഖ്യാനങ്ങൾ ഇരിപ്പുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ ഈ പല വ്യാഖ്യാനങ്ങൾ മറിച്ച് നോക്കുമ്പോൾ, വ്യാഖ്യാനം രചിച്ച മന്ത്രഘടന കണ്ടെത്തി നാരായണീയ വ്യാഖ്യാനം രചിച്ചതിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ളത് നമ്മുടെ ബ്രഹ്മശ്രീ സാംബശിവ ശാസ്ത്രികളാണ്. സാംബശിവ ശാസ്ത്രികളുടെ നാരായണീയ വ്യാഖ്യാനം എന്ന് പറയുന്നത് വേറൊരു ഡയമെൻഷനാണ്, വേറൊരു ലെവലാണ്. നാരായണീയം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരൊക്കെ അറിഞ്ഞിരുന്നാലൊരു സന്തോഷം ഈ പേരുകളൊക്കെ, ഇല്ലേ? നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങൾ എടുത്തായിട്ടാണെങ്കിലും ഓരോ ദശകങ്ങൾ എടുത്തായിട്ടാണെങ്കിലും ഇങ്ങനെ പല ഭൗതികമായ കാര്യങ്ങൾ സാധിക്കാനാണ് നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി കൂടി നമ്മൾ നാരായണീയത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഉദാഹരണത്തിന് ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2ാം ദശകത്തിൽ ഭക്തിയുടെ മഹാത്മ്യം എന്ന് പറയുന്ന ഭാഗം വൈകുണ്ഠത്തിൽ നമുക്ക് വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം പറയുന്നത്. അതുപോലെ ഹിരണ്യാക്ഷവധം എന്ന് പറയുന്ന ഭാഗം പൊതുവെ നമ്മൾ വായിക്കുമ്പോൾ ആചാര്യസ്വാമികൾ എപ്പോഴും പറയും, ഹിരണ്യാക്ഷവധം ധനവും സൽകീർത്തിയും ദീർഘായുസ്സും നൽകുന്ന, അത് 13ാമത്തെ ദശകത്തിലാണ് ആ ഭാഗം വരുന്നത്. ദശകം 13, ഇല്ലേ? 13 എന്തെങ്കിലും ചിലപ്പം ഈ ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ടങ് സ്ലിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഞാൻ ഈ കമൻറ്റ് ബോക്സൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഇല്ലേ? അതുപോലെ ശരിക്ക് സബ്ജക്റ്റ് നീണ്ടു പോകുമെന്നുള്ളത് കൊണ്ടാണ് ഓരോ ദശകങ്ങൾക്കും ഫലപ്രാപ്തി പറയാനുണ്ട്. നാരായണീയത്തിൻ്റെ ഓരോ ദശകങ്ങൾക്കും അതെന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. അതുപോലെ തന്നെ ദക്ഷനും ചിത്രകേതവും വരുന്നൊരു ഭാഗമുണ്ട് 23ാമത്തെ ദശകത്തിനകത്ത്. അതിനകത്ത് ഭയനാശനം, നമുക്ക് അകാരണമായിട്ടുണ്ടാകുന്ന പേടി, അതുപോലെ ആയുരാരോഗ്യവർദ്ധനം, അതുപോലെ ഭക്തിവർദ്ധനം, നന്മ, ശത്രുക്കളുടെ ജയം, അതൊക്കെ വരുന്നത് ദക്ഷനും ചിത്രകേതുവും വരുന്ന ഒരു ഭാഗമാണ്. 23ാമത്തെ ദശകമാണെന്നാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം. അതുപോലെ നരസിംഹാവതാരം പിന്നെ നമുക്കറിയാം, കർമ്മരക്ഷ, സർവരക്ഷ, ശത്രുനാശനം ഒക്കെയാണ് നരസിംഹാവതാരം കൊണ്ട് നമ്മൾ 25ാം അവതാരത്തിൽ പറയുന്നത്. അതുപോലെ ഗജേന്ദ്രമോക്ഷം, നമ്മൾ എത്ര ദാരിദ്ര്യം, എന്തൊക്കെ മാനസിക പ്രശ്നങ്ങൾ, ഇല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ എപ്പോഴും പറയാറുണ്ട് ആചാര്യസ്വാമികൾ. പലപ്പോഴും ഈ ഗുരുക്കന്മാരുടെ കൂടെയുള്ള സാമീപ്യം കൊണ്ടാണ് നമുക്കത് അങ്ങനെ ഒന്ന് പറയാൻ പറ്റുന്നത്, ഇല്ലേ? എപ്പോഴും പറയും ഗജേന്ദ്രമോക്ഷം, സ്വാമികൾ എപ്പോഴും പറയും ഗജേന്ദ്രമോക്ഷം വായിക്കൂ. ദശകം നാരായണീയത്തിൽ ഗജേന്ദ്രമോക്ഷം 26ാമത്തെ ദശകത്തിൽ ഗജേന്ദ്രമോക്ഷം വായിക്കുന്നത് ഗുണത്തെ ചെയ്യും എന്ന് പറയാറുണ്ട്. അതുപോലെ തൃണാവർത്തവധം വരുന്നത് തൃണാവർത്തവധം 43ാമത്തെ ദശകത്തിൽ. തൃണാവർത്തവധം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ആർത്രൈറ്റീസ് പോലുള്ള ഈ പാരാലിസിസ്, ആർത്രൈറ്റീസ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കുള്ള വിമുക്തിക്ക് തൃണാവർത്തവധം ഗുണം ചെയ്യും. വാതരോഗ നിവാരണം തുടങ്ങിയിട്ടുള്ളതിനെല്ലാം തൃണാവർത്തവധം
ഗുണം ചെയ്യുമെന്ന് പറയാറുണ്ട്. അത് കാരണം ഇത് നമ്മൾ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന സ്വമേധയാ വന്നു ചേരുന്ന ഒരു കോൺഫിഡൻസ് ഫാക്ടറുണ്ട്. അതുപോലെ തന്നെയാണ് സന്താനഗോപാലം പിന്നെ മുക്തിപ്രാപ്തിയും ദുഃഖ നിവൃത്തിയും ഒക്കെയാണ് സന്താനഗോപാലത്തിന് നമ്മൾ പറയുക. ഓരോന്നും ശരിക്കും ദശകങ്ങൾ ഇങ്ങനെ മറിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഓരോ ദശകങ്ങൾക്കകത്തും ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി വരുന്ന ഒരു ശ്ലോകസംഖ്യ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു ദിവസത്തെ നാമസങ്കീർത്തനത്തിൽ ഈ ദശകങ്ങളും ദശകങ്ങളുടെ ഗുണവും ഒക്കെ പറയാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒരു തരത്തിലും മിസ് ചെയ്യരുത്. കാരണം പാരായണ സങ്കല്പം മുഴുവൻ പറഞ്ഞു, ധ്യാനം പറഞ്ഞു, ധ്യാനത്തിൻ്റെ പൂർണ്ണമായ ധ്യാന സ്വരൂപത്തെ പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നിലോട്ട് പോയത്. നാരായണീയത്തിനകത്ത് അതുപോലെ തന്നെ ഈ ഗുരുവായു പുരാധീശ മമരോഗമവാ ഗുരു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? ശ്രീ ഓം ലീലൈഹമിഹ ഗുരുതാമായിരാരോഗ്യസൗഖ്യം എന്നത് ഷോഡശാക്ഷരി മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പാദങ്ങളുള്ള 8 ശ്ലോകങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സഹസ്രനാമം ഗുരുപവനപുരേശ രോഗതപം പ്രശമയ എന്ന മറ്റൊരു മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന പദങ്ങളുടെ ശ്ലോകാഷ്ടമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇല്ലേ? ഗുരുവായുപുരാധീശ മമരോഗമപാ ഗുരു എന്ന് പറയുന്നത് ഗുരുപവനപുരേശ രോഗതാപം പ്രശമയ ഗുരുപവന പുരരോഗതാപം പ്രശമയ എന്ന് പറയുന്നതാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പല ആചാര്യവേദികളിലുമൊക്കെ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്, ഒരു ചർച്ച വന്നിട്ടുണ്ട്. ഇത് ഷോഡശനാമമാണോ ഷോഡശാക്ഷരമാണോ? അപ്പോൾ തർക്കമേധമില്ലാതെ ആചാര്യന്മാർ പറയുമില്ലേ, ഗുരുവായുപുരാധീശമരോഗമപാ ഗുരു എന്ന് പറയുന്നത് ഗുരുപവനപുരേശരോഗതാപം പ്രശമയ എന്ന് പറയുന്നതിന് സമം തന്നെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓം നാരായണ 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 നാരായണ. എപ്പോഴൊക്കെ നാരായണീയം പറയുന്നു അപ്പോഴൊക്കെ മനസ്സിൽ വിട്ടുപോകാതെ ഇരിക്കുന്ന 2 പേരുകളിൽ ഒന്നെന്ന് പറയുന്നത് വീതസ്പൃഹാനന്ദ സ്വാമികളെയാണ്, ശ്രീരാമകൃഷ്ണാശ്രമം. മറ്റൊന്ന് ബാലകൃഷ്ണ സാറിനെയാണ് ഇല്ലേ? ബാലകൃഷ്ണ സാറിനെ വളരെ അവസാന കാലത്തും ചെന്ന് അദ്ദേഹത്തിനെ ഒന്ന് നമസ്കരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. കാരണം ഇവർ തുറന്നു വച്ച വഴികളുണ്ട്. പിന്നെ ഹരിദാസ് ജി, ഇവരെ ഒന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇല്ലേ? ഇവരൊക്കെ എന്തു പറയുന്നത് നമുക്ക് മുന്നിൽ നാരായണീയത്തിൻ്റെ വെളിച്ചം പകർന്നു തന്നവരാണ്. വീതസ്പൃഹാനന്ദ സ്വാമികളാണ് ശരിക്കും നമ്മുടെ ബാലകൃഷ്ണ സാറിന് ഒരു നാരായണീയത്തിന്, ഏത് ബാലകൃഷ്ണ സാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണീയത്തിന് വ്യാഖ്യാനം എഴുതിയ ഇല്ലേ വി സി ബാലകൃഷ്ണ സാറ് നമ്മൾ പലതവണ അല്ലേ ഒരു ജ്ഞാനവൃക്ഷമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്ക് ഒരു നാരായണീയ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യകത പറഞ്ഞത്. അതുപോലെ വീതസ്പൃഹാനന്ദ സ്വാമികൾ അതുപോലെ നാരായണീയം ഏറ്റവും കൂടുതൽ സജ്ജനങ്ങളിലേക്ക് എത്തിച്ചു ഇരിക്കുന്ന ഹരിദാസ്ജി. അപ്പോൾ എനിക്ക് അതിലൊക്കെ നേരിട്ട് ഇതിൽ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും അതുപോലെ ഏറ്റവും സന്തോഷം തോന്നുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് ശ്രീകാര്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്ത് ഒരു സനൽജിയുണ്ട്. അപ്പോൾ ഈ നാരായണീയ യജ്ഞങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നിലോട്ട് നടക്കുന്ന, അപ്പോൾ അങ്ങനെ നേരിട്ട് പരിചയമില്ല എങ്കിലും നാരായണീയം ഭഗവാന്റെ നാമം പറയുമ്പോൾ പലപ്പോഴും പറഞ്ഞു വരുന്ന ഒരു പേരാണ്. കാരണം അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഓടി നടന്നാണ് ഇല്ലേ ഈ നാരായണീയം എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് അമൃതസമാനമായ ഗ്രന്ഥത്തെ സാധാരണ സജ്ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു ശ്രമവും വിഫലമല്ല, എല്ലാ ശ്രമവും ഗുരുവായൂരപ്പന്റെ പാദപത്മങ്ങളിൽ തന്നെയാണ് ചെന്നിരുന്നത്. അപ്പോൾ സജ്ജനങ്ങളെ നമസ്കരിക്കാം. നമുക്ക് ഓം നാരായണീയത്തിന്റെ ഭഗവാന്റെ ദർശനം വരുന്ന അഗ്രേ പശ്യാമി ജപിച്ച് നമുക്ക് ഗുരുവായൂർ അഷ്ടോത്തരത്തിലേക്ക് പോകാം. ഓം
ഓം അഗ്രേ പശ്യാമി തേജോ നിബിഡതരകലായവലീലോഭനീയം പീയൂഷപ്ലായിതോഹം തദനു തദുദരൈ ദിവ്യകൈശോരവേഷം തരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാങ്കൈ ആവിദം നരദാതി വിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച. ഓം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. യോഗീന്ദ്രാണാം ത്വദംഗേഷധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതത് ദ്യുതരുലയം നധതേ പദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധു ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥക്ഷമേധ സ്തോത്രം ചൈതത്സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ദ്വേധാ നാരായണീയം ശ്രുതിജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈതമിഹ ഗുരുതാമായുരാരോഗ്യസഖ്യം ആയുരാരോഗ്യസൗഖ്യം ആയുരാരോഗ്യസൗഖ്യം. ഗുരുവായൂരപ്പ അഷ്ടോത്തര ശതനാമാവലി. ഓം ഓം നാരായണ 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 നാരായണ. മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണെന്ന് പ്രാർത്ഥിച്ച് ആയുരാരോഗ്യം സൗഖ്യതരണമെന്ന നാരായണീയത്തിലെ ഒരു ശ്ലോകമെങ്കിലും ജപിച്ച് ഭഗവാനെ കൃഷ്ണ കാരുണ്യസിന്ധോ മന്ത്രാക്ഷരങ്ങളെ അങ്ങ് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പ അഷ്ടോത്തര ശതനാമാവലി. ഓം ശ്രീ ഗുരുവായൂരേശ്വര അഷ്ടോത്തര ശതനാമാവലിം. ഓം മഹാവൈകുണ്ഠനാഥാഖ്യായ നമഃ. ഓം മഹാനാരായണാഭിധായ നമഃ. ഓം താരശ്രീ ശക്തി കന്ദർപ്പ ചതുർഭുജായ നമഃ. ഓം ഗോപാല സുന്ദരരൂപായ നമഃ. ഓം ശ്രീവിദ്യാ മന്ത്രവിഗ്രഹായ നമഃ. ഓം രമാ ബീജ സമാരംഭായ നമഃ. ഓം ഹൃല്ലേഖ സമാലംകൃതായ നമഃ. ഓം മാര ബീജ സമായുക്തായ നമഃ. ഓം വാണി ബീജ സമന്വിതായ നമഃ. ഓം പാരബീജ സമാരാധ്യായ നമഃ. ഓം മീനകേതബീജകായ നമഃ. ഓം താരശക്തി രമായുക്തായ നമഃ. ഓം കൃഷ്ണായ പദപൂജിതായ നമഃ. ഓം കാതി വിദ്യാദ്യ കൂടാഢ്യായ നമഃ. ഓം ഗോവിന്ദായ പദപ്രിയായ നമഃ. ഓം കാമരാജാഖ്യാക്ഷമേശായ നമഃ. ഓം ഗോപീജനസുഭാഷിതായ നമഃ. ഓം വല്ലഭായ പദപ്രദീപായ നമഃ. ഓം ശക്തികൂട വിജൃംഭിതായ നമഃ. ഓം വഹ്നിജ്വാല സമായുക്തായ നമഃ. ഓം ഭവംഗമദനപ്രിയായ നമഃ. ഓം മായാരമാ സുസമ്പൂർണായ നമഃ. ഓം മന്ത്രരാജകളേബരായ നമഃ. ഓം ദ്വാദശവൃത്തിചക്രേശായ നമഃ. ഓം യന്ത്രരാജശരീരകായ നമഃ. ഓം പിണ്ഡഗോപാലബീജാഢ്യായ നമഃ. ഓം സർവമോഹനചക്രായ നമഃ. ഓം ഷഡക്ഷരീ മന്ത്രരൂപായ നമഃ. ഓം മന്ത്രാത്മരസകോണകായ നമഃ. ഓം പഞ്ചമംഗമനുപ്രിയതായ നമഃ. ഓം ശക്തിചന്ദ്രസമർപ്പിതായ നമഃ. ഓം അഷ്ടാക്ഷരീ മന്ത്രരൂപായ നമഃ. ഓം മഹിഷിഷ്ടകസേവിതായ നമഃ. ഓം ഷോഡശാക്ഷരീ മന്ത്രാത്മനെ നമഃ. ഓം കലാനിധി കലാർച്ചിതായ നമഃ. ഓം അഷ്ടദജാക്ഷരീ രൂപായ നമഃ. ഓം
അഷ്ടദശാദളപൂജിതായ നമഃ. ഓം ചതുർവിംശതിവർണ്ണാത്മ ഗായത്രീ മനുസേവിതായ നമഃ. ഓം ചതുർവിംശതി നാമാത്മ ശക്തിവൃന്ദ നിഷേവിതായ നമഃ. ഓം ക്ലീംകാരബീജമധ്യസ്ഥായ നമഃ. ഓം കാമവീതി പ്രപൂജിതായ നമഃ. ഓം ദ്വാത്രിംശദക്ഷരരൂപായ നമഃ. ഓം ദ്വാത്രിംശദ്ഭക്തസേവിതായ നമഃ. ഓം പിണ്ഡഗോപാലമധ്യസ്ഥായ നമഃ. ഓം പിണ്ഡഗോപാലവീതികായ നമഃ. ഓം വർണ്ണമാലാസ്വരൂപാഢ്യായ നമഃ. ഓം മാതൃകാവീതിമണ്ഡലായ നമഃ. ഓം പാശാങ്കുശ ദ്വിബീജസ്ഥായ നമഃ. ഓം ശക്തിഭാസ്വരൂപകായ നമഃ. ഓം പാശാങ്കുശീയ ചക്രേശായ നമഃ. ഓം ദേവേന്ദ്രാദിപ്രപൂജിതായ നമഃ. ഓം ഭൂർജ പത്രൗദഖിലായതായ ക്രമാരാധിത വൈഭവായ നമഃ. ഓം ഊർധ്വരേതസമായുക്തായ നമഃ. ഓം നിമ്നരേഖാപ്രതിഷ്ഠിതായ നമഃ. ഓം സമ്പൂർണ്ണ മേരുരൂപേണ പൂജിത അഖിലപ്രദായ നമഃ. ഓം മന്ത്രാത്മവർണ്ണമാലാഭിത ചക്രരാജേ നമഃ. ഓം ശ്രീ ചക്ര ബിന്ദു മധ്യസ്ഥയന്ദ്ര സമ്രൂപായ നമഃ. ഓം കാമ ധർമ്മ അർദ്ധഫലപ്രദായ നമഃ. ഓം ശത്രുദസ്യു നിവാരകായ നമഃ. ഓം കീർത്തി കാന്തി തനു ആരോഗ്യ ക്ഷാന്തി ശ്രീ വിജയപ്രദായ നമഃ. ഓം പുത്ര പൗത്ര പ്രദായ നമഃ. ഓം സർവഭൂത വേതാള നാശനായ നമഃ. ഓം കാസ അപസ്മാര കുഷ്ഠാദി സർവരോഗ വിനാശകായ നമഃ. ഓം ത്വകാദി ധ്വാദു സംബന്ധ സർവാമയ ചികിത്സകായ നമഃ. ഓം ഡാഗിന്യാദി സ്വരൂപേണ സപ്ത ധാതുഷു നിഷ്ഠിതായ നമഃ. ഓം സ്മൃതി മാത്രേണോ അഷ്ടലക്ഷ്മീ വിശ്രാണ വിശാരദായ നമഃ. ഓം ശ്രുതി മൗലീ സമാരാധ്യ മഹാപാദുകളേബരായ നമഃ. മഹാപാദുകളേബരായ നമഃ. ഓം മഹാപദാവലി മധ്യ രമാദി ഷോഡശ. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. ഓം മഹാപദാവലി മധ്യ രമാദി ഷോഡകാശ വിനായ നമഃ. ഓം രമാദി ഷോഡശീ യുക്തരാജ ഗോപദ്വയാന്വിതായ നമഃ. ഓം ശ്രീ രാജഗോപ മധ്യസ്ഥ മഹാനാരായണദ്വികായ നമഃ. ഓം നാരായണ ദ്വയാലീഢ മഹാനൃസിംഹരൂപകായ നമഃ. ഓം ലഘുരൂപ മഹാപാദവേ നമഃ. ഓം മഹാസുപാദുകായ നമഃ. ഓം മഹാപദാവലി ധ്യാന സർവസിദ്ധി വിലാസകായ നമഃ. ഓം മഹാപദാവലി ന്യാസ ശത അധിക കലാഷ്ടായ നമഃ. ഓം പരമാനന്ദ ലഹരി സമാപ്ത കലാന്വിതായ നമഃ. ഓം കലാധിക കലാന്ത്യോദ ശ്രീമച്ചരണവൈഭവായ നമഃ. ഓം ശുചിര ആദി ബ്രഹ്മാനന്ദ രസാദാന്യസ്തകവലാവലയേ നമഃ. ഓം ഇന്ദ്രനീല സമച്ഛായ നമഃ. ഓം സൂര്യസ്പർദ്ധി കിരീടകായ നമഃ. ഓം അഷ്ടമീ ചന്ദ്രവിഭ്രാജ അലികസ്ഥല ശോഭിതായേ നമഃ. ഓം കസ്തൂരി തിലകോത്സിതായേ നമഃ. ഓം കാരുണ്യാകുലനേത്രകായ നമഃ. ഓം മന്ദഹാസമനോഹരിണേ നമഃ. ഓം നവചമ്പകനാസികായേ നമഃ. ഓം മകരകുണ്ടലസത് വംശശോഭിത കപോലായ നമഃ.
ഓം ശ്രീവത്സാംഗിതവക്ഷശ്രിയേ നമ. ഓം വനമാലാവിരാജിതായ നമ. ഓം ദക്ഷിണാപരദേശസ്ഥാപരാഹൃങ്കതിരാജിതായ നമ. ഓം ആകാശവത് ആശിഷ്ട ശ്രീ മധ്യവല്ലീ വിരാജിതായ നമ. ഓം ശംഖചക്ര ഗദാ പത്മ സംരാജിത ചതുർഭുജായ നമ. ഓം കേയൂരാംഗദഭൂഷാഢ്യായ നമ. കങ്കണാളി മനോഹരായ നമ. ഓം നവരത്നപ്രഭാപുഞ്ജത് ശ്രീദംഗുലീഭൂഷണായ നമ. ഓം കുല പ്രവദിക സംശോഭിത പീതചേല പ്രഭാന്വിതായ നമ. ഓം കിങ്ങിണീനാദ സംരാജത് കാഞ്ചീഭൂഷണശോഭിതായ നമ. ഓം വിശ്വ ക്ഷോഭകരശ്രീഗസ്യണോദിവന്വിതായ നമ. ഓം ഇന്ദ്രനീലാശ്ച നിഷ്പന്ന സമ്പുടാകൃതി ജാനുകായ നമ. ഓം സ്മര തുണാഭലക്ഷ്മീക ജംഘദ്വയ വിരാജിതായ നമ. ഓം മാംസള ഗുൽഭലക്ഷ്മീകായ നമ. ഓം മഹാസൗഭാഗ്യസംയുക്തായ നമ. ഓം ഹ്രീംകാരതത്വ സംബോധിന പുരദ്വയരാജിതായ നമ. ഓം ആദികൂർമാവതാര ശ്രീ ജയിഷ്ണുപ്രപദ്വനായ നമ. ഓം നമഞ്ജന തമോ വൃന്ദവൃധ്വംസകപദദ്വയായ നമ. ഓം നഖ ജ്യോത്സ്നാലീന ശ്രിയ പ്രപദ്യാ പ്രകാശായ നമ. ഓം രക്ത ശുക്ല പ്രഭാമിശ്ര പാദുകാദ്വയ വൈഭവായ നമ. ഓം ദയാഗുണ മഹാവർദ്ധയേ നമ. ഓം ഗുരുവായൂപുരേശായ നമ. ഓം ഗുരുവായൂപുരേശായ നമ. ഓം ഗുരുവായൂർപുരേശായ നമ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവി 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 ഹരേ ഹരേ. ഹരേ മായ 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 ഹരേ ഹരേ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ അഷ്ടോത്തര ശതനാമ സ്തോത്രം. പക്ഷെ ആയുരാരോഗ്യ സൗഖ്യത്തിന് നിത്യം ജപിക്കാൻ ആചാര്യന്മാർ നിരന്തരം നമ്മളെ പ്രേരിപ്പിക്കുന്ന നാമമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ 108 നാമങ്ങളും കേട്ട് 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 കേട്ട്. കാരണം രോഗം ശമിക്കുക അത്ര എളുപ്പമല്ലല്ലോ. പൂർവ്വജന്മ എന്താ പറയുന്നത് കർമ്മ പ്രാരബ്ധങ്ങളാണല്ലോ ഈ രോഗത്തെ ഉണ്ടാക്കുന്നത്, ഇല്ലേ? ആ രോഗം ശമിക്കുക അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം പലപ്പോഴും ആചാര്യന്മാർ വളരെ ഗോപ്യമായിട്ടുള്ള അഷ്ടോത്തര ശതനാമമായിക്കോട്ടെ സഹസ്രനാമമായിക്കോട്ടെ അതൊന്നും അത്ര എളുപ്പം നമ്മുടെ കയ്യിലേക്ക് വരില്ല. അതിനൊരു അധ്വാനം കൂടിയേ തരും. ആ അധ്വാനമാണ് നമ്മുടെ ഫലത്തെ തരുന്നത്, ഇല്ലേ? പലതവണ കേൾക്കണം, പലതവണ കേട്ട് കേട്ട് ഇതിലെ ഏതെങ്കിലും ഒരു 12 നാമം 12 നാമങ്ങൾ എങ്കിലും നമ്മൾ പഠിച്ച് നിത്യം ഉപാസിക്കുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാവും. വയരാരോഗ്യ സൗഖ്യം ആ നാമാവലി ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. എല്ലാം സപ്തധാതുക്കൾക്ക് ശുദ്ധി തരണം. കുഷ്ഠം, കാസാരോഗം തുടങ്ങിയുള്ള ക്ഷയം രോഗങ്ങൾ വരാതിരിക്കണം. ആ നാമജപത്തിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ്. ആയുരാരോഗ്യം തരണമെന്ന് പറഞ്ഞാൽ സപ്തധാതുക്കൾക്ക് ശുദ്ധീകരണം, മനസ്സിന് ആരോഗ്യം തരണം. അങ്ങനെയാണ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടാണ്. അത് അത്ര എളുപ്പം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരില്ല. അത് ഈ നമ്മൾ സത്സംഗത്തിൽ തന്നെ 3.5 വർഷം 4 വർഷം നമ്മൾ ജപിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഈ നാരായണീയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ടുള്ള ഗുരുവായൂരപ്പ അഷ്ടോത്തര ശതനാമാവലി താരതമ്യേന ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ നാമത്തിനകത്തും ഭഗവാന്റെ 1, 2 അതിലധികമോ നാമങ്ങളെ കൊണ്ട് ബന്ധിപ്പിച്ച ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്. അത് മനസ്സിലാക്കാനും അറിയാനുമുള്ള യോഗവും ഭാഗ്യവും ഭഗവാനും ഭഗവതിയും തരട്ടെ. നാരായണ 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 നാമം നമുക്ക് സർവാനുഗ്രഹങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതി
ആരതി ആരതി ആരതി ഓം ആരതി 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 ഓം ആരതി 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 ഓം സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഹരി. സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹൈരാരോഗ്യ സൗഖ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.